ഒരു എംപ്ലോയർക്ക് ഓഫ്ഷോർ നിൽക്കുന്ന, അതായത് ഓസ്ട്രേലിയക്ക് പുറത്ത് നിൽക്കുന്ന ഒരു ക്യാൻഡിഡേറ്റിന് ഒരു വിസ സ്പോൺഷിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എംപ്ലോയർ ഏതൊക്കെ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യേണ്ടി വരും? അതായത് എംപ്ലോയർ എത്രത്തോളം കടമകൾ കടന്നിട്ടായിരിക്കും, എത്രത്തോളം കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഒരു ക്യാൻഡിഡേറ്റിന് ഒരു വിസ കൊടുക്കാൻ സാധിക്കുന്നത്? ഓവർസീസിൽ നിന്നുള്ള ഒരു സ്കിൽഡ് വർക്കറെ എംപ്ലോയർക്ക് അവരുടെ വർക്ക് ഫോഴ്സിൽ കൊണ്ടുവരണമെങ്കിൽ ആദ്യം അവർ പ്രൂവ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു ജെന്യുവിൻ നീഡ് ഓഫ് ദാറ്റ് പൊസിഷൻ ഇൻ ദെയർ വർക്ക് ഫോഴ്സ്. ആ ഒരു പൊസിഷൻ ആവശ്യമുണ്ട് അവരുടെ ബിസിനസ്സിന്, അല്ലെങ്കിൽ അവരുടെ ജോലി സ്ഥലത്ത് അത്തരത്തിലുള്ള ഒരു സ്കിൽഡ് വർക്കർ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ആ ബിസിനസ് മുന്നോട്ട് പോവുകയുള്ളൂ, അല്ലെങ്കിൽ ആ സ്ഥാപനം മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് അവർക്ക് ബോധ്യമാണ്. പക്ഷേ ആസ്ട്രേലിയൻ ലോക്കൽ ലേബർ മാർക്കറ്റിൽ നിന്ന് അത്രയും സ്കിൽഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു സ്കിൽഡ് വർക്ക് ഒരു എംപ്ലോയി അവർക്ക് കിട്ടുന്നില്ല. അങ്ങനെയുള്ള ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു വർക്കറെ കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലാണ് ഇവർക്ക് പുറത്തുനിന്ന് ഓവർസീസ് സിറ്റിസൺ ആയിട്ടുള്ളവരെ സ്കിൽഡ് വർക്കറായിട്ട് കൊണ്ടുവരാൻ കഴിയുക. അപ്പോൾ അതിലാദ്യം അവരുടെ സ്ഥാപനത്തിന്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ വർക്ക് ഫോഴ്സിൽ അത്തരത്തിലുള്ള ഒരു പൊസിഷൻ, ഒരു സ്കിൽഡ് വർക്കർ ആവശ്യമുണ്ട്. ആസ്ട്രേലിയൻ ലേബർ മാർക്കറ്റിൽ പരമാവധി ആസ്ട്രേലിയൻ ലേബർ മാർക്കറ്റിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു സ്കിൽഡ് ലേബറെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കണം. അതായത് ലേബർ മാർക്കറ്റ് ടെസ്റ്റ്, LMT എന്ന് പറയുന്നത്, അത് നടത്തിയിരിക്കണം. ഏറ്റവും കുറഞ്ഞത് 2 അഡ്വർടൈസ്മെന്റുകളെങ്കിലും നടത്തിയിരിക്കണം. 28 ദിവസം ആ പ്രത്യേക ഫോർമാറ്റിൽ അവർ പറയുന്ന അതേ റിക്വയർമെന്റും അതേ ഫോർമാറ്റിൽ 28 ദിവസമെങ്കിലും കുറയത്തില്ലെങ്കിലും താഴാത്ത രീതിയിൽ ആ അഡ്വർടൈസ്മെന്റ് ഈ 2 മീഡിയത്തിൽ ഉണ്ടായിരിക്കണം. 2 ജോബ് അഡ്വർടൈസ്മെന്റ് നടത്തിയിരിക്കണം. അങ്ങനെയുള്ള ആ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത്, എന്നിട്ടും നിങ്ങൾക്ക് ലോക്കൽ ലേബർ മാർക്കറ്റിൽ നിന്ന് ആവശ്യമായിട്ടുള്ള സ്കിൽഡ് എംപ്ലോയിയെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് അപേക്ഷിച്ചിട്ടുള്ള ഓവർസീസ് സിറ്റിസൺ ആ പർട്ടിക്കുലർ പൊസിഷനിലേക്ക് സ്യൂട്ട് ചെയ്യുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ നടത്തി നിങ്ങളുടെ വർക്കിംഗ് കണ്ടീഷൻസും ഇതെല്ലാം അവർക്ക് അക്സെപ്റ്റബിൾ ആണ്. ഒപ്പം ആസ്ട്രേലിയയിൽ ഫെയർ വർക്ക്സ് ആക്ട് അനുസരിച്ചും ഒക്കെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവർസീസിൽ നിന്ന് ഒരാളെ നിങ്ങൾക്ക് അവിടെ ജോലിക്ക് കൊണ്ടുവരാൻ കഴിയും. 2, ഇത് ചെയ്യുമ്പോൾ ഇവര് സ്കില്ലിംഗ് ഓസ്ട്രേലിയ ഫണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം പേയ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സിൽ നടത്തേണ്ടതുണ്ട്. എംപ്ലോയർ അത് 482 വിസയ്ക്ക്, സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസയ്ക്കാണെങ്കിൽ 10 മില്യൺ ടേൺ ഓവർ കുറവുള്ളവരാണ്, നോമിനേഷന്റെ പീരീഡ് 1 വർഷമാണെങ്കിൽ 1200 രൂപ. മാക്സിമം 4 വർഷം വരെയാണ് നോമിനേഷന്റെ ഇത് ചെയ്യാൻ കഴിയുന്നത്. അതല്ല 10 മില്യൺ ടേൺ ഓവർ മുകളിലാണെങ്കിൽ അത് 1800 രൂപയാണ് പെർ ഇയർ. അതേസമയം ഈ എംപ്ലോയർ 186 പെർമനന്റ് PR നോമിനേഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ 186 ഇത് 3000 അല്ലെങ്കിൽ 5000 ഡോളറായിരിക്കും. 10 മില്യൺ ഡോളർ താഴെയുള്ളവർക്കും 5000 10 മില്യൺ മുകളിൽ. ഇത്രയും കടമകൾ കടക്കുകയും ഇത്രയും എക്സ്പെൻസസ് ചെയ്തതിനു ശേഷം മാത്രമാണ് ഒരു എംപ്ലോയർക്ക് തീർച്ചയായിട്ടും ഓഫ്ഷോർ കാൻഡിഡേറ്റിനെ സ്പോൺസർ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും.